ഇന്നത്തെ സെഷനിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്താണ്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിൽ വരുന്ന കുറച്ച് കണ്ടീഷൻസ്, ദെൻ അതിന്റെ സിൻടാക്സ് എന്തൊക്കെയാണ്, അതിന്റെ എക്സാമ്പിൾസ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ഞാൻ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പറയാം. കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. A conditional statement in programming is used to perform different actions based on whether a condition is true or false. ഇതാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ഡെഫിനിഷൻ വരുന്നത്. അതായത് നമ്മൾ ഒരു കണ്ടീഷൻ, ഇപ്പൊ കണ്ടീഷൻ ബേസ് ചെയ്ത് നമുക്ക് റിയൽ ലൈഫിൽ ഇപ്പൊ പറയാം, ഞാൻ പറയുന്നു എനിക്ക് ഫുൾ A+ കിട്ടിയതാണെങ്കിൽ ഞാൻ ചെലവ് ചെയ്യും എന്ന് പറയുന്നു. അപ്പൊ അതൊരു കണ്ടീഷനാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് എനിക്ക് ഫുൾ A+ കിട്ടിയാൽ മാത്രമേ ഞാൻ ചെലവ് ചെയ്യും. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ അവിടെ എന്താണ് ചെലവ് ചെയ്യുന്നു, ആ ഒരു രീതിയിൽ. അതുപോലെ നമ്മൾ പ്രോഗ്രാമിങ്ങിൽ കുറച്ച് കണ്ടീഷൻസ് കൊടുത്തിട്ട് നമ്മൾ പ്രോഗ്രാമിങ് ചെയ്യുന്നതിനാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ വേറൊരു കേസിലാണെങ്കിൽ ഇപ്പൊ ഇന്ന് മഴയുണ്ടെങ്കിൽ ഞാൻ കളിക്കാൻ വരില്ല. അപ്പൊ അവിടെ മഴയുണ്ടെങ്കിൽ കളിക്കാൻ വരില്ല എന്നുള്ളതാണ് കണ്ടീഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ രീതിയിലുള്ളതിനാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിൽ വരുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഈഫ് കണ്ടീഷൻ, ദെൻ എൽഇഫിന് എൽസ്, ഈഫ് എന്ന് ഷോർട്ട് ആയിട്ടുള്ള എൽഇഫ്, ദെൻ എൽസ് സ്റ്റേറ്റ്മെന്റ്. ഈ മൂന്നെണ്ണാണ് വരുന്നത്. ഇപ്പൊ ഫസ്റ്റ് ഈഫ് എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ട് കണ്ടീഷണൽ ചെക്ക്. അതായത് നമ്മൾ കണ്ടീഷൻ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. സ്റ്റാർട്ട് ആദ്യമായിട്ട് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. ദെൻ എൽഇഫ് എന്ന് പറയുന്നത് ആ ഫസ്റ്റത്തെ കണ്ടീഷൻ, ഈഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നെക്സ്റ്റ് നമ്മൾ എനദർ കണ്ടീഷൻ കൊടുക്കുന്നതാണ് എൽഇഫ്. ദെൻ എൽസ് എന്ന് പറയുന്നത് മുകളിലത്തെ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ മൂന്നാമതൊരു കണ്ടീഷൻ ഫൈനലൈസ് ചെയ്യുന്നു. അതാണ് എൽസ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം, എക്സ്പ്ലെയിൻ ചെയ്യാം ഓരോന്നും എന്താണെന്നുള്ള രീതിയിൽ. അപ്പൊ ഫസ്റ്റ് വരുന്നത് ഈഫ് കണ്ടീഷൻ ആണ്. അപ്പൊ ഇവിടെ കണ്ടോ, ഈഫ് എന്ന് പറയുന്നത് ഇവിടെ ഡെഫിനേഷൻ വന്നിട്ടുള്ളത് ചെക്സ് ഇഫ് എ കണ്ടീഷൻ ഈസ് ട്രൂ, ഇഫ് ട്രൂ ഇറ്റ് റൺസ് ദ കോഡ് ഇൻസൈഡ് ഇറ്റ്. അതായത് നമ്മളൊരു കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞ് ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിന്റെ റിസൾട്ട് റൺ ചെയ്യും. ട്രൂ ആണെങ്കിൽ മാത്രമാണ്, ട്രൂ ആണെങ്കിൽ നമ്മുടെ കണ്ടീഷൻ കറക്റ്റ് ആണ്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്താണോ പ്രിന്റ് ചെയ്യുക, റിസൾട്ട് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത് അതവിടെ റിസൾട്ട് വരും. അപ്പൊ ഇതാണ് ഇതിന്റെ സിൻടാക്സ്. ഈഫ് കണ്ടീഷൻ, ഇവിടെ നമ്മൾ കണ്ടീഷൻ കൊടുക്കുന്നു. ഈഫ് കണ്ടീഷൻ ആ ഒരു പ്ലേസിൽ എന്താണോ നമ്മുടെ കണ്ടീഷൻ അത് കൊടുക്കുന്നു. ദെൻ ഇവിടെ താഴെ നമുക്ക് എന്താണോ പ്രിന്റ് ചെയ്യേണ്ടത്, നമ്മുടെ റിസൾട്ട് എന്താണോ വരേണ്ടത് അത് കൊടുക്കുന്നു. ആ അവിടെ ബ്ലോക്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഒരു ഈഫ് കണ്ടീഷന്റെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അതിലുള്ള ഫസ്റ്റ് കണ്ട, ഇവിടെ ഞാൻ ഏജ് ഈക്വൽ ടു 20 എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഏജ് ഈക്വൽ ടു 20 അതാണ് കണ്ടീഷനല്ല. ഫസ്റ്റ് അവിടെ ഞാൻ സ്റ്റേറ്റ്മെന്റ് എന്റെ ഏജ് വാല്യൂ എന്ന് പറയുന്നത് 20 ആണ്. അതിനുശേഷം ഞാൻ ഈഫ് കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് അവിടെ കണ്ടീഷൻ കൊടുക്കുകയാണ്. ഈഫ് ഏജ്, അതായത് ഞാൻ കൊടുത്ത ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18, ഇത് 18 18 മുകളിലോ ആണെങ്കിൽ, അതിനുശേഷം അവിടെ കോളൻ യൂസ് ചെയ്തതിനു ശേഷം പ്രിന്റ് ചെയ്യുന്നു. പ്രിന്റ് യു ആർ എൻ അഡൾട്ട്. അതായത് ഞാൻ കൊടുത്ത കണ്ടീഷൻ എന്താണ്, 18 വയസ്സിന് മുകളിലോ ആണെങ്കിൽ യു ആർ എൻ അഡൾട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രിന്റ് ചെയ്യണം. അപ്പൊ ഈ കേസിൽ എന്റെ കണ്ടീഷൻ ട്രൂ ആയിരിക്കും. എന്താ വെച്ചാൽ ഞാൻ ഇവിടെ ഏജ് 20 കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്റെ കണ്ടീഷൻ ട്രൂ ആണ്. എനിക്ക് എന്താണ് അവിടെ ഔട്ട്പുട്ടിൽ പ്രിന്റ് ചെയ്യുക, യു ആർ എൻ അഡൾട്ട് അങ്ങനെ പ്രിന്റ് ചെയ്ത് തരും. എന്റെ റിസൾട്ട് അവിടെ ഷോ ചെയ്തു തരും. ഇതാണ് ഈഫ് കണ്ടീഷൻ. ഇനിയിപ്പൊ നെക്സ്റ്റ് നമ്മള് മുന്നേ പറഞ്ഞിട്ടുണ്ട് എൽഇഫ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ കൊടുത്ത കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഒരു കണ്ടീഷനും കൂടി കൊടുക്കണം. അതാണ് എൽഇഫ്. നമുക്ക് എൽഇഫ് നോക്കാം. ഇവിടെ ഇതിന്റെ ഡെഫിനേഷൻ വന്നിട്ടുള്ളത് യൂസ്ഡ് വെൻ ദ ഈഫ് കണ്ടീഷൻ ഈസ് ഫോൾസ് ആൻഡ് യു വാണ്ട് ടു ചെക്ക് അനദർ കണ്ടീഷൻ. അതായത് നമ്മുടെ കൊടുത്ത ഈഫ് കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അടുത്തൊരു കണ്ടീഷൻ കൂടി കൊടുക്കണം, ചെക്ക് ചെയ്യണം. അതാണ് എൽസ് ഈഫ്. അപ്പൊ ഇവിടെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് കണ്ടോ, ഈഫ് കണ്ടീഷൻ 1 ഫസ്റ്റ് അത് കണ്ടീഷൻ കൊടുത്തു, അവിടെ നമ്മൾ പ്രിന്റ് ചെയ്തു. അപ്പൊ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നേരെ അത് രണ്ടാമത്തെ കണ്ടീഷൻ, ആ രണ്ടാമത്തെ കണ്ടീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എൽസ് യൂസ് ചെയ്യുന്നത്, എൽഇഫ് യൂസ് ചെയ്യുന്നത്.
ആ LF യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ കോളൻ ഇട്ടു. അവിടെ നമുക്ക് കണ്ടീഷനും കൊടുക്കാം. കണ്ടീഷൻ കൊടുക്കാണ് ജസ്റ്റ് പ്രിന്റ് ഓഫ് എന്നും പറഞ്ഞ് കൊടുക്കാം. അപ്പൊ എന്നിട്ട് അതിന്റെ നെക്സ്റ്റ് നമുക്ക് അത് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ അടുത്തത് എന്താണോ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് അത് നമ്മൾ കൊടുക്കുന്നു. അപ്പൊ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഏജ് ഈക്വൽ ടു 60, അതാണ് എന്റെ ഏജ് വാല്യൂ. ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80, 18 അല്ലെങ്കിൽ 18 മുകളിലോ ആണെങ്കിൽ പ്രിന്റ് യു ആർ എൻ അഡാൾട്ട്. അഡാൾട്ട് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യണം. പക്ഷെ ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ള 60 ആണ്. അപ്പൊ 18 മുകളിലല്ല, 18 താഴെയാണ് വരിക. അപ്പൊ എനിക്ക് റിസൾട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ അടുത്തൊരു കണ്ടീഷനും കൂടി കൊടുക്കുന്നു, LF യൂസ് ചെയ്തിട്ട്. അതിനാണ് നമ്മൾ LF യൂസ് ചെയ്യുന്നത്. ഈ കേസിൽ കണ്ടോ, LF ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 13, അതായത് 13 മുകളിലോ എന്നും പറഞ്ഞിട്ട് അനദർ കണ്ടീഷൻ അവിടെ കൊടുത്തു. പ്രിന്റ് യു ആർ എ ടീനേജർ. അങ്ങനെയാണെങ്കിൽ ടീനേജർ ആയിട്ട് അവിടെ പ്രിന്റ് ചെയ്യാം. അപ്പൊ 16, നമ്മുടെ 16 എവിടെയാ വരിക, ടീനേജർ എന്നുള്ള രീതിയിലല്ലേ. അപ്പൊ നമുക്ക് അവിടെ റിസൾട്ട് ഷോ ചെയ്യാം. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അപ്പൊ നേരെ സെക്കൻഡ് കണ്ടീഷനിലേക്ക് പോകും. അപ്പൊ നമ്മുടെ റിസൾട്ട് എന്തായിരിക്കും, യു ആർ എ ടീനേജർ. അതായിരിക്കും നമ്മുടെ റിസൾട്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വരുന്നത് എൽ സ്റ്റേറ്റ്മെന്റ് ആണ്. എൽ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ റൺസ് വെൻ നൺ ഓഫ് ദ എബോവ് കണ്ടീഷൻസ് ആർ ട്രൂ. അതായത് മുകളിൽ പറഞ്ഞിട്ടുള്ള രണ്ട് കണ്ടീഷൻസും ട്രൂ അല്ലെങ്കിൽ നേരെ നെക്സ്റ്റ് ഒരു കണ്ടീഷൻ ഫൈനലൈസ് ചെയ്ത് കണ്ടീഷൻ കൊടുക്കുന്നു. ഇപ്പോ LFന്റെ കേസിൽ എന്ന് വെച്ചാൽ LFന്റെ കേസിൽ നമുക്ക് കുറെ കണ്ടീഷൻ, ഈ LF യൂസ് ചെയ്തിട്ട് നമുക്ക് കുറെ കണ്ടീഷൻസ് കൊടുക്കാം. ഇപ്പൊ അതല്ലെങ്കിൽ ഇനി ഒരു കണ്ടീഷനും കൂടി കൊടുക്കണമെങ്കിൽ LF യൂസ് ചെയ്ത് നമുക്ക് നെക്സ്റ്റ് അങ്ങനെ കൊടുക്കാം. ഈ എൽസ് എന്ന് പറയുന്നത് മുകളിൽ ഒരു കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, നമ്മൾ ഫൈനലായിട്ട് ലാസ്റ്റ് നമ്മൾ ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ് എൽസ് എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്തിട്ട്. അപ്പൊ ഇവിടെ ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ഇഫ് കണ്ടീഷൻ ഫസ്റ്റത്തെ കണ്ടീഷൻ കൊടുത്തു ഇഫ് വെച്ചിട്ട്, ദെൻ അവിടെ ബ്ലോക്സ് ഓഫ് കോഡ്സ് നമ്മുടെ പ്രിന്റ് ചെയ്യേണ്ട എന്താണോ നമുക്ക് റിസൾട്ട് വേണ്ടത് അത് കൊടുത്തു. അതിനുശേഷം LF യൂസ് ചെയ്തു. നെക്സ്റ്റ് LF യൂസ് ചെയ്തതിനു ശേഷം അവിടെ എന്താണോ വരേണ്ടത് അത് കൊടുത്തു. നെക്സ്റ്റ് നേരെ എൽസ് യൂസ് ചെയ്തിട്ട് ഈ രണ്ട് കണ്ടീഷനും മുകളിൽ കൊടുത്ത രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ എൽസ് എന്ന് പറഞ്ഞ് നമ്മൾ അനദർ ഒന്നും കൂടി കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ മുകളിലത്തെ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, നേരെ താഴത്തെ എൽസിലുള്ളത് റിസൾട്ട് ആയിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് വരും. ഇപ്പൊ ഇവിടെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് കാണാം ഏജ് ഈക്വൽ ടു 10. അപ്പൊ എന്റെ ഏജ് 10 ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18, പ്രിന്റ് യു ആർ എൻ അഡാൾട്ട്. 18 വയസ്സിന് മുകളിലാണെങ്കിൽ അഡാൾട്ട് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യണം. 13 വയസ്സ് LF വെച്ചിട്ട് നമ്മൾ മുന്നത്തെ കാണിച്ച് 13 വയസ്സിന് മുകളിലാണ് ടീനേജർ എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യണം, റിസൾട്ട് വരണം. അപ്പൊ ഇത് രണ്ടും ഇവിടെ ട്രൂ ആവില്ല, രണ്ടും ഫോൾസ് ആണ്. കാരണം നമ്മുടെ ഏജ് എത്ര 10 ആണ്. അപ്പൊ നേരെ എൽസ് എന്ന് പറഞ്ഞ് ഞാൻ ഫൈനലായിട്ട് ഒരു കണ്ടീഷനും കൂടി കൊടുക്കുന്നു. ഇത് രണ്ടും അല്ലെങ്കിൽ പ്രിന്റ് യു ആർ എ ചൈൽഡ്. അപ്പൊ അവിടെ എന്താ നമുക്ക് റിസൾട്ട് വരിക, പ്രിന്റ് യു ആർ എ ചൈൽഡ്. അങ്ങനെ ലാസ്റ്റ് റിസൾട്ട് ആണ് നമുക്ക് വരിക. അതാണ് എൽസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മൂന്നും ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു സാധനം കൂടി പഠിക്കാം, അതാണ് നെസ്റ്റഡ് ഇഫ്. ഇഫിൽ വരുന്നത് തന്നെ നെസ്റ്റഡ് ഇഫ് ആണ്. വേറൊന്നാണ് നെസ്റ്റഡ് ഇഫ്. നെസ്റ്റഡ് ഇഫ് എന്താണെന്ന് വെച്ചാൽ എ നെസ്റ്റഡ് ഇഫ് മീൻസ് യൂസിങ് വൺ ഇഫ് സ്റ്റേറ്റ്മെന്റ് ഇൻസൈഡ് അനദർ ഇഫ് സ്റ്റേറ്റ്മെന്റ്. അതായത് ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ ഉള്ളിൽ തന്നെ വേറൊരു ഇഫ് സ്റ്റേറ്റ്മെന്റ് വരുന്നു. അതിനെയാണ് നമ്മൾ നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. ഒന്നിന്റെ ഉള്ളിൽ മറ്റൊന്ന്, നമ്മൾ രണ്ട് ഇഫ് സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് എങ്ങനെയാണ്, ഫസ്റ്റ് വൺ ഇഫ് കണ്ടീഷൻ 1, ആദ്യത്തെ കണ്ടീഷൻ നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെന്റ് വെച്ച് കൊടുക്കുന്നു. അതിനുശേഷം അതിന്റെ ഉള്ളിൽ തന്നെ വേറൊരു ഇഫ് സ്റ്റേറ്റ്മെന്റും കൂടി കൊടുക്കുന്നു, അതിന്റെ കോഡ് കൊടുക്കുന്നു. എന്നിട്ട് ഇതിൽ ഏതാണോ കണ്ടീഷൻ, ബോത്ത് കണ്ടീഷനും ട്രൂ ആയിരിക്കണം. രണ്ട് കണ്ടീഷനും അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ കൊടുക്കുന്നു. അതാണ് നെസ്റ്റഡ് ഇഫ്. ഒന്നിന്റെ ഉള്ളിൽ തന്നെ വേറൊരു ഇഫ് കണ്ടീഷൻ നമ്മൾ കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഏജ് ഈക്വൽ ടു 20, സിറ്റിസൺ ഈക്വൽ ടു ട്രൂ. രണ്ട് കണ്ടീഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഏജ് 20ഉം സിറ്റിസൺ ട്രൂ. അപ്പൊ ഇവിടെ ഏജ് ആദ്യത്തെ കണ്ടീഷൻ എന്താ, ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18, 18 18ന്റെ മുകളിലോ ആണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ. ഇനി നെക്സ്റ്റ് ഇഫ് കണ്ടീഷൻ എന്താണ്, സിറ്റിസൺ ഈക്വൽ ടു ട്രൂ, ഈക്വൽ ടു സിറ്റിസൺ ട്രൂ ആണെങ്കിൽ. ഇപ്പൊ രണ്ട് കണ്ടീഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ ഇവിടെ പ്രിന്റ് ചെയ്യേണ്ടത്,
പ്രിന്റ് ഓഫ് യു ആർ എലിജിബിൾ ടു വോട്ട്, നിങ്ങൾ വോട്ടിന് എലിജിബിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് ഒരു കണ്ടീഷൻ കൊടുത്തു, അതിൻ്റെ ഉള്ളിൽ വേറെ കണ്ടീഷൻ കൊടുത്തു, അതിനുശേഷം രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ റിസൾട്ട് പ്രിന്റ് ചെയ്യുന്നു. അപ്പൊ ഇത്രയാണ് ഈ സ്റ്റേറ്റ്മെന്റിൽ തിയററ്റിക്കലായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ പ്രാക്ടിക്കൽ സെഷൻ ജുപ്പിറ്റർ നോട്ട്ബുക്കിൽ കൊളാബ് എങ്ങനെയാണ് നമ്മൾ കോഡ് ടൈപ്പ് ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുക, ഇതൊക്കെ നോക്കാം. കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് എങ്ങനെയാണ് പ്രോഗ്രാമിംഗ് ചെയ്യുക എന്നാണ് നോക്കുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്, ഇഫ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ പറഞ്ഞത് ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു പറഞ്ഞത്, അതായത് നമ്മൾ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള നോക്കുക. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമുക്ക് അവിടെ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്ത് തരും. അതാണ് നമ്മുടെ ഇഫ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇഫ് നമ്മൾ ആദ്യം നോക്കുകയാണ് എങ്ങനെയാണ് ഇഫ് സ്റ്റേറ്റ്മെന്റിൽ പ്രോഗ്രാമിംഗ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഇവിടെ നമുക്ക് ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് കൊടുക്കാം. ഈ ഇഫ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്തിലാണ് എടുക്കുന്നത്, നമ്മൾ ടൈപ്പ് ചെയ്യല്ലേ, അപ്പൊ അതിനെ നമുക്ക് മാർക്ക് ഡൗണിലേക്ക് കൺവേർട്ട് ചെയ്യാം. അവിടെ ടൈറ്റിൽ പോലെയല്ല നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് ഇഫ് സ്റ്റേറ്റ്മെന്റിൽ ഫസ്റ്റ് ഒരു പ്രോഗ്രാമിംഗ് ചെയ്യുന്നു. ഇവിടെ a ഈക്വൽ ടു 5 ഞാൻ കൊടുത്തു. എന്റെ വാല്യൂ 5 ആണ്. ഇഫ് a ഗ്രേറ്റർ ദാൻ 0, 0ന്റെ മുകളിലാണെങ്കിൽ അതിനുശേഷം എന്താ വേണ്ടത്, സെമികോളൻ. സെമികോളൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എൻറ്റർ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് അങ്ങനെ പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് എറർ ഷോ ചെയ്യും, ഇൻഡന്റേഷൻ എറർ. പൈത്തണിൽ ഓരോ സ്പേസ് വെച്ചിട്ട് സ്പേസ് കറക്റ്റ് ഇല്ലെങ്കിൽ അത് ഇൻഡന്റേഷൻ എറർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഷോ ചെയ്യും. അപ്പൊ ഇതിന് ശേഷം ഇവിടെ കോളൻ ഇട്ട് കഴിഞ്ഞ് ഈ സ്റ്റേറ്റ്മെന്റിൽ ഇൻഡന്റേഷൻ നോക്കണം നമുക്ക്. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് പ്രിന്റ് ഓഫ്. ഇവിടെ ഇപ്പൊ എന്താ പ്രിന്റ് എടുക്കുക, 0നേക്കാളും മുകളിലാണ് എന്റെ വാല്യൂ എങ്കിൽ നമുക്ക് പ്രിന്റ് എ പോസിറ്റീവ് നമ്പർ എന്ന് കൊടുക്കാം. എ പോസിറ്റീവ് നമ്പർ. ഓക്കെ, അതിനുശേഷം ഞാൻ ഇതിനെ റൺ ചെയ്യാൻ പോവാണ്. ഇപ്പൊ റൺ ചെയ്തപ്പോഴെന്താണ് വന്നിട്ടുള്ളത്, ഇഫ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. അത് ട്രൂ ആയതുകൊണ്ട് നമുക്ക് അവിടെ ഔട്ട്പുട്ട് ആയിട്ട് എന്താ വന്നത്, എ പോസിറ്റീവ് നമ്പർ എന്നാണ്. നമ്മുടെ റിസൾട്ട് ഒരു പോസിറ്റീവ് നമ്പർ ആണെന്ന് പറഞ്ഞ് നമുക്ക് പ്രിന്റ് ചെയ്തു വന്നു. അതാണ് ഇഫ് സ്റ്റേറ്റ്മെന്റിൽ വരുന്നത്. ഇനിയിപ്പൊ നേരെ ഞാൻ നെക്സ്റ്റ് ഇവിടെ എന്താ പറഞ്ഞേ, ഇവിടെ ഞാൻ വാല്യൂസ് -5 ഇട്ട് കൊടുത്തു. അപ്പൊ എന്താ വന്നിട്ടുള്ളത്, എനിക്കൊന്നും റൺ ചെയ്ത് വന്നിട്ടില്ല. എന്താ വെച്ചാൽ നമ്മുടെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് റിസൾട്ട് പ്രിന്റ് ചെയ്ത് തരുന്നത്. ട്രൂ അല്ലെങ്കിൽ നമുക്ക് അവിടെ റിസൾട്ട് കിട്ടില്ല. അതാണ് ഈ സ്റ്റേറ്റ്മെന്റിൽ വരുന്നത്. അപ്പൊ നമുക്ക് എഗെയിൻ ഇവിടെ ചേഞ്ച് ചെയ്യാം, 5 തന്നെ ഇട്ട് കൊടുത്തു. നമ്മുടെ റിസൾട്ട് കിട്ടി, എ പോസിറ്റീവ് നമ്പർ. എ എന്ന് പറയുന്നത് എന്താണ്, ഒരു പോസിറ്റീവ് നമ്പർ ആണ്. ഇനി ഈ കേസിൽ നമുക്കിപ്പോ എന്താ പറയാ, നമുക്ക് ഇവിടെ ലോജിക്കൽ കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ടും നമുക്ക് ഇവിടെ ചെയ്യാം. ഇപ്പോ എ ഈക്വൽ ടു 0 അഗൈൻ ഇഫ് എ ഗ്രേറ്റർ ദാൻ 5. ലോജിക്കൽ എന്തായിരുന്നു, നമുക്ക് രണ്ട്, അതായത് ഏതെങ്കിലും ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. എ ഗ്രേറ്റർ ദാൻ 5 ആൻഡ് കണ്ടീഷൻ യൂസ് ചെയ്തു. ആൻഡ് എ ലെസ് ദാൻ 20 എന്ന് കൊടുത്തു. അപ്പൊ ഇത് രണ്ടും സെമി കോളൻ അല്ല, കോളൻ ആണ് ഇതാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം എൻറ്റർ ചെയ്തതിനു ശേഷം എന്താണ്, പ്രിന്റ് ഓഫ്. ഇപ്പൊ ഈ രണ്ട് കണ്ടീഷൻ ആൻഡ് കണ്ടീഷൻ യൂസ് ചെയ്ത് എന്റെ ഒരു ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് അല്ലേ. അപ്പൊ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിന്റ് എന്താ, വെൽക്കം എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യണം എന്ന് കരുതുക. അപ്പൊ ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, വെൽക്കം എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യണം. അപ്പൊ എ ഈക്വൽ ടു 0 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ 0 കൊടുത്തതുകൊണ്ട് ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ പ്രിന്റ് ആയിട്ട് ഒന്നും വരാഞ്ഞത്. അതായത് 5നേക്കാളും കൂടുതലാണ് എ, അതായത് രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും, ഫസ്റ്റ് അത് സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പൊ നമുക്ക് ഇവിടെ 5ന്റെയും 20ന്റെയും ഇടയ്ക്കുള്ള 10 കൊടുത്തു നോക്കാം. അപ്പൊ കണ്ട രണ്ട് ആൻഡ് ഓപ്പറേറ്റേഴ്സ് ആയതുകൊണ്ടാണ് രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അവിടെ വെൽക്കം എന്ന് പ്രിന്റ് ചെയ്ത് വന്നത്. ഇനി നെക്സ്റ്റ് ഓർ ആണെങ്കിലോ നമുക്ക് ഒരു കണ്ടീഷൻ മാത്രം മതി. ഇപ്പൊ ഈ കേസിൽ ഞാൻ ആൻഡ് മാറ്റി ഓർ കൊടുത്തു. ഇനി നേരത്തെ പോലെ 0 കൊടുത്തു.
അപ്പൊ ഇവിടെ പ്രിന്റ് ചെയ്താണ്ട ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ തന്നെ ഓറ് പ്രിന്റ് ചെയ്യും. പക്ഷെ ആൻഡിന്റെ കേസിൽ രണ്ട് കണ്ടീഷനും നമുക്ക് അവിടെ സാറ്റിസ്ഫൈ ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടൂ. അപ്പൊ ഇത് ജസ്റ്റ് ഈ സ്റ്റേറ്റ്മെന്റ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് വെച്ച് ചെയ്തതാണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് പ്രോഗ്രാമിങ്ങിൽ ചെയ്യാന്ന് മനസ്സിലായെന്ന് കരുതും. ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ ഒരു കണ്ടീഷൻ കൊടുക്കുന്നു, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ട്രൂ ആണെങ്കിൽ നമുക്ക് റിസൾട്ട് പ്രിന്റ് ചെയ്യുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ഇഫ് എൽസ് നോക്കാം, എൽഇഫ് നോക്കാം. ആഷ് എൽ ഇഫ് ഇതിനെ മാർക്ക്ഡൗണിലേക്ക് കൺവേർട്ട് ചെയ്യാം. നെക്സ്റ്റ് എൽഇഫിന്റെ പ്രോഗ്രാമിംഗ് നോക്കാം. ആദ്യം ഞാനിവിടെ a ഈക്വൽ ടു 5 a equal to 5, then if a greater than 0, a 0-നേക്കാളും മുകളിലാണെങ്കിൽ എന്തായിരുന്നു നേരത്തെ കൊടുത്തിട്ടുള്ളത്? പ്രിന്റ് a equal to, സോറി ഇവിടെ മാർക്ക് ഡൗൺ ആണ് വരുന്നത്, ഇവിടെ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. a equal to 5 ആണ് minus 5 if a greater than 5 അല്ല a greater than 0, then നമ്മൾ കോളൻ ഇട്ട് കൊടുത്തു പ്രിന്റ് a പോസിറ്റീവ് നമ്പർ, then നമ്മൾ elif യൂസ് ചെയ്യുന്നു. elif നെക്സ്റ്റ് അതല്ലെങ്കിൽ എന്താണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്? പ്രിന്റ് എ നെഗറ്റീവ് നമ്പർ. ഇവിടെ ഇൻവാലിഡ് സിന്റാക്സ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കണ്ടീഷൻ കൊടുത്തില്ലല്ലോ. എ ലെസ് ദാൻ 0. എന്താ വെച്ചാൽ ഇവിടെ ഞാൻ നെക്സ്റ്റ് കണ്ടീഷൻ കൊടുക്കാൻ വിട്ടുപോയായിരുന്നു. അതായത് a ഈക്വൽ ടു -5 അല്ല കൊടുത്തത്, 0-നേക്കാളും ലെസ് ദാൻ ആണെങ്കിൽ എ നെഗറ്റീവ് നമ്പർ. ഇപ്പോ ഇവിടെ നമുക്ക് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടിയില്ലേ? ഇഫ് a ഗ്രേറ്റർ ദാൻ, അതായത് ആദ്യത്തെ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യില്ല. എന്താ വെച്ചാൽ നമ്മുടെ നെഗറ്റീവ് ആണ്, നമ്മൾ കൊടുത്ത എന്റെ വാല്യൂ കൊടുത്തത് നെഗറ്റീവ് ആണ്. അപ്പൊ അത് ചെയ്യാത്തത് കൊണ്ട് നേരെ elif വെച്ചിട്ട് രണ്ടാമതൊരു കണ്ടീഷനും കൂടി ചെക്ക് ചെയ്യുന്നു. അപ്പൊ അതാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് അവിടെ ഔട്ട്പുട്ട് ആയിട്ട് പ്രിന്റ് ചെയ്ത് വന്നു. കറക്റ്റ്. ഇനിയിപ്പോ നമുക്ക് നെക്സ്റ്റ് എന്താ നോക്കുക? നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഈ എൽസിനെ നമുക്ക് കുറെ കണ്ടീഷൻ, elif തന്നെ 2-3 കണ്ടീഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോ ഒരു കണ്ടീഷൻ, ഇപ്പൊ a ഈക്വൽ ടു ഫസ്റ്റ് ഒരു കണ്ടീഷൻ കൊടുത്തു, അതിനുശേഷം നെക്സ്റ്റ് നമുക്ക് അനദർ വേറൊരു കണ്ടീഷനും കൂടി കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ തേർഡ് വൺ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഈ elif യൂസ് ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിൽ എത്ര കണ്ടീഷൻസ് വേണ്ടിക്കലും ചെക്ക് ചെയ്യാം. ഇവിടെ ഇപ്പൊ 2 കണ്ടീഷൻ, ഇപ്പൊ if യൂസ് ചെയ്ത് ഫസ്റ്റ് വൺ കൊടുത്തു, അത് നെഗറ്റീവ് ആയതുകൊണ്ട് നേരെ നെക്സ്റ്റ് കണ്ടീഷൻ കൊടുത്തു. അപ്പൊ ഇതും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നമുക്ക് elif എന്ന് പറഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് കുറെ കണ്ടീഷൻസ് കൊടുക്കാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ എൽസ് ആണ് നോക്കുന്നത്. ഓക്കെ, എൽസിന്റെ കേസ് എന്താണ്? ഫസ്റ്റത്തെ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് മൂന്നാമത് ലാസ്റ്റ് ഫൈനലൈസ് ആയിട്ട് നമ്മൾ ഇന്നേത് പ്രിന്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ റിസൾട്ട്, മുകളിലത്തെ ഒന്നും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, നമ്മുടെ റിസൾട്ട് കിട്ടുന്നില്ല. അപ്പൊ ലാസ്റ്റ് ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് ഇത് എന്നുള്ള രീതിയിൽ നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുന്നതാണ് എൽസിൽ വരുന്നത്. അപ്പൊ എൽസിന്റെ കേസിൽ ഇപ്പൊ ഞാനൊരു പ്രോഗ്രാം a ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ if a ഗ്രേറ്റർ ദാൻ 0, print a positive number, then else വെച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുത്തു. സോറി, elif ആണ്. elif വെച്ച് a ലെസ് ദാൻ 0, print a നെഗറ്റീവ് നമ്പർ,
ദെൻ ലാസ്റ്റ് ആയിട്ട് നമ്മൾ എന്താ കൊടുക്കുന്നത്? ഈ രണ്ടും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യില്ല. എന്താ വെച്ചാൽ എക്ക് നമ്മൾ കൊടുത്ത വാല്യൂ എന്താണ്? 0 ആണ്. അപ്പൊ അവിടെയാണ് നമ്മൾ എൽസ് യൂസ് ചെയ്യുന്നത്. എൽസ് കൊടുത്തതിന് ശേഷം ഇത് രണ്ടും അല്ലാത്തത് കൊണ്ട് എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത്? പ്രിന്റ് 0. ഇറ്റ് ഈസ് എ 0. ഇപ്പൊ ഇവിടെ കണ്ട മുകളിലത്തെ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ലാസ്റ്റ് എൽസ് എന്ന് പറഞ്ഞ് നമ്മൾ തേർഡ് ഫൈനലൈസ് ചെയ്ത ഒരു കണ്ടീഷൻ കൊടുക്കുന്നു. അതാണ്. അപ്പൊ എന്താ നമ്മുടെ കണ്ടീഷൻ? ഇറ്റ് ഈസ് എ 0. 0 ആണ് നമ്മുടെ കണ്ടീഷൻ. ഇതാണ് നമ്മൾ ഇതിൽ പഠിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു പ്രോഗ്രാം കൂടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്താണ് ഇവിടെ നെക്സ്റ്റ്? അതായത് ഒരു ചെക്ക് ദ മേജർ ഓർ മൈനർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ദ മേജർ ഓർ മൈനർ. അപ്പൊ ഇവിടെ എന്താണ്? മേജർ ആണോ മൈനർ ആണോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. മേജർ ഓർ മൈനർ ബൈ ഏജ് ആണ്. ഏജിന്റെ കേസിൽ ബൈ ഏജ്. നെക്സ്റ്റ് ഫസ്റ്റ് നമ്മൾ എന്താണ്? ഈഫ് കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ഏജ് കൊടുക്കുകയാണ്. ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18. ഏജ് എന്താണ്? 18നേക്കാളും കൂടുതലാണെങ്കിൽ എന്താ അവിടെ പ്രിന്റ് ചെയ്യേണ്ടത്? പ്രിന്റ് മേജർ. നെക്സ്റ്റ് if ഏജ് ലെസ് ദാൻ അല്ല if കൊടുക്കണ്ടത് നമുക്ക് ഇവിടെ എൽസ് വെച്ച് ഫൈനലൈസ് ചെയ്യാം. എൽസ് പ്രിന്റ് ഓഫ് മൈനർ. അപ്പൊ നമുക്ക് ഏജ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. 18നേക്കാളും മുകളിലാണെങ്കിൽ എന്താണ്? മേജറും അല്ലെങ്കിൽ മൈനറും. ഏജ് ഈക്വൽ ടു 10 കൊടുത്തു. അപ്പൊ നമുക്ക് മൈനറിന്ന് പ്രിന്റ് ചെയ്ത് തന്നു. ഇനിയിപ്പൊ നമ്മൾ ഇവിടെ നേരെ ചേഞ്ച് ചെയ്ത് 50 ആണെങ്കിലോ? മേജർ. ഇതാണ് ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാമിങ്. ഇനി നമുക്ക് ഈവണും ഓടും പ്രിന്റ് ചെയ്യുന്ന ജസ്റ്റ് നോക്കാം. അപ്പൊ പ്രിന്റ് ഈവൺ ഓർ ഓഡ്. പ്രിന്റ് ഈവൺ ഓർ ഓഡ്. ഈവൺ ആണോ ഓഡ് ആണോ എന്നെല്ലാം ചെക്ക് ചെയ്യുന്നത്. അപ്പൊ n ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഞാൻ വാല്യൂ 50 കൊടുത്ത്. അപ്പൊ 50 കൊടുത്തതിന് ശേഷം ഈ കണ്ടീഷൻ കൊടുക്കുന്നു. n മോഡുലസ്. നമ്മൾ മോഡുലസ് പഠിച്ചിട്ടുണ്ടായിരുന്നു പൈത്തൺ ഓപ്പറേറ്റേഴ്സിന്റെ കേസിൽ. n മോഡുലസ് 2 ഈക്വൽ ടു 0. 0 ആണെങ്കിൽ എന്താണ്? നമുക്ക് അവിടെ കോളൻ ഇടാൻ വിട്ടുപോയി. കോളൻ ഇട്ടു. ദെൻ പ്രിന്റ് എന്തായിരിക്കും ഇവിടെ പ്രിന്റ് ചെയ്യേണ്ടത്? ഈവൺ ആണ്. ഈവൺ. ദ നമ്പർ ഈസ് ഈവൺ. ജസ്റ്റ് ഈവൺ എന്ന് കൊടുത്തു. ഇനി നെക്സ്റ്റ് നമ്മൾ എൽസ് വെച്ച് എൽസ് അങ്ങനെ അല്ലെങ്കിൽ എന്താ പ്രിന്റ് ചെയ്യേണ്ടത്? പ്രിന്റ് ഓഡ്. അപ്പൊ നമ്മളിവിടെ 50 ആ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം നമ്മുടെ ഔട്ട്പുട്ട്. ഈവൺ. നമ്മുടെ ഇവിടെ മോഡുലസ് യൂസ് ചെയ്ത് ശിഷ്ടം നമുക്ക് റിമൈൻഡേഴ്സ് ഒന്നും വരുന്നില്ല. അപ്പൊ അതെന്താണ്? ഈവൺ ആണ്. അല്ലെങ്കിൽ ഓഡ്. ഇനി ഇവിടെ നമുക്ക് ഒരു ഓഡ് നമ്പർ കൊടുത്തു നോക്കാം. 49. അപ്പൊ ഓഡ് എന്ന് പറഞ്ഞ് വന്നതാണ്ട. ഇതാണ് പൈത്തൺ പ്രോഗ്രാമിങ്. ഇനി ഇതിന്റെ ഉള്ളിൽ ഇവിടെ ഈഫ് എൽസിൽ ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഇനിയും കണ്ടീഷൻസ് കൊടുക്കണമെങ്കിലാണ് നമ്മൾ if യൂസ് ചെയ്തിട്ട് കണ്ടീഷൻസ് കൊടുക്കുന്നത്. ഓക്കെ. ഇനി ഞാൻ ലാസ്റ്റ് ആയിട്ട് അവിടെ നെസ്റ്റഡ് if എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് കൂടി പറഞ്ഞായിരുന്നു. അതും കൂടി ജസ്റ്റ് നമുക്ക് നോക്കാം എങ്ങനെയാണ് നെസ്റ്റഡ് if വർക്ക് ചെയ്യുന്നത് എന്ന്. അപ്പൊ നെസ്റ്റഡ് ifന്റെ കേസിൽ ഒരു പ്രോഗ്രാമിന്റെ ഉള്ളിൽ അനദർ പ്രോഗ്രാമിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത്. if a greater than 0. ഇത് ഫസ്റ്റത്തെ പ്രോഗ്രാമിംഗ്. അതിൽ നമ്മൾ എന്താ? പ്രിന്റ് ഓഫ് പോസിറ്റീവ് നമ്പർ. പോസിറ്റീവ് നമ്പറിന് ശേഷം എൽസ് പ്രിന്റ് ഓഫ് it is 0. ഓക്കെ. ഇതിനു മുന്നേ ഫസ്റ്റ് നമ്മൾ കണ്ടീഷൻ കൊടുത്തില്ലായിരുന്നു. ഫസ്റ്റ് ഒരു കണ്ടീഷൻ a ഈക്വൽ ടു -8 കൊടുത്തു, അല്ല -6 കൊടുത്തു. അതിനുശേഷം ഇവിടെ ഫസ്റ്റ് കണ്ടീഷൻ കൊടുക്കണമായിരുന്നു. ഫസ്റ്റ് if a greater than or equal to 0. ഫസ്റ്റ് കണ്ടീഷൻ ഇവിടെ കൊടുത്തു. a greater than or equal to 0. അപ്പൊ ആ കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് ശേഷം രണ്ടാമത് കണ്ടീഷൻ കൊടുത്തതാണ് നമ്മൾ ഇത്.
രണ്ടാമത് ഇവിടെ ഈ ഈഫിന്റെ ഉള്ളിലേക്കില്ലാണ്, അപ്പൊ അവിടെ സ്പേസ് ഇരട്ടാക്കി. ഈഫ് ആദ്യത്തെ കണ്ടീഷൻ സീറോ, എന്ന് പറയുന്നത് സീറോനെ ഈക്വൽ ടു അല്ലെങ്കിൽ മുകളിലായിരിക്കണം. ഈഫ് രണ്ടാമത്തെ കണ്ടീഷൻ എ എന്ന് പറയുന്നത് സീറോന് മുകളിൽ, അങ്ങനെ രണ്ട് കണ്ടീഷൻ കൊടുത്തു. ആ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രിന്റ് പോസിറ്റീവ് നമ്പർ. എന്താ, നമുക്ക് പോസിറ്റീവ് നമ്പർ എന്നുള്ളതാണ് പ്രിന്റ് ചെയ്യേണ്ടത്. അതിനുശേഷം എൽസ് വെച്ചിട്ട് അവിടെ നമ്മൾ കൊടുത്തു എൽസ് പ്രിന്റ് ഇറ്റ് ഈസ് സീറോ. നെക്സ്റ്റ് ഇതൊന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അടുത്ത എൽസ് വെച്ചിട്ട് ഫൈനലായിട്ട് നമുക്ക് എന്താ കൊടുക്കുക, പ്രിന്റ് നെഗറ്റീവ് എന്ന് കൊടുക്കാം. പ്രിന്റ് നെഗറ്റീവ് നമ്പർ, നെഗറ്റീവ് നമ്പർ. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ റൺ ചെയ്ത് നോക്കാം. അപ്പൊ കണ്ട, ഈ മുകളിലത്തെ ഒരു കണ്ടീഷനൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഞാൻ എന്താ വെച്ചാൽ -6 ആണ് കൊടുത്തത്. അതുകൊണ്ട് നമുക്ക് എൽസ് എന്ന് പറഞ്ഞ നെഗറ്റീവ് നമ്പർ എന്ന് ഷോ ചെയ്തു. ഇനി ഇൻ കേസ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നു, ട്രൂ ആണെങ്കിലോ അവിടെ നമുക്ക് പോസിറ്റീവ് നമ്പർ എന്ന് പ്രിന്റ് ചെയ്ത് തന്നു. ഇനിയിപ്പോ സീറോ ആണെങ്കിലോ ഇറ്റ് ഈസ് സീറോ. അപ്പൊ ഇതാണ് നെസ്റ്റഡ് ഈഫ്. ഇവിടെ ഫസ്റ്റ് ഒരു ഈഫ് കണ്ടീഷൻ കൊടുത്തു, അതിന്റെ ഉള്ളിൽ അനദർ ഈഫ് കണ്ടീഷൻ കൊടുത്തു. നെക്സ്റ്റ് മോൾ പ്രോഗ്രാമിംഗ്, അതിൽ ഏത് കണ്ടീഷൻ ആണോ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് റിസൾട്ട് വരുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ആ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ഒരു കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്നു. അതിൽ തന്നെ നമ്മൾ ഈഫ് സ്റ്റേറ്റ്മെന്റ്, എൽഈഫ്, എൽസ്, നെസ്റ്റഡ് ഈഫ്, ഈ 4 എണ്ണങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം. താങ്ക് യു.